നമസ്കാരം. ദേഷ്യം പാർട്ട് 1 വീഡിയോ ആണ്. കാര്യം എല്ലാവരും വിചാരിക്കും ദേഷ്യം എന്ന് പറയുന്നത് ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, അത് ഒരു വീഡിയോയിൽ ഒതുക്കാൻ പറ്റുന്നതുമാണ്. പക്ഷെ ശരിക്കുമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് പല ഭാഗങ്ങളിലായിട്ട് ഇടാം എന്ന് ഞാൻ വിചാരിക്കുന്നത്. ദേഷ്യം എല്ലാവരിലും കാണപ്പെടുന്നൊരു കാര്യമാണ്. ദേഷ്യം വരാത്തവരായിട്ട് വളരെ വിരളമായിട്ടുള്ള ആളുകളാണ്. അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ നമിക്കണം എന്ന് പറയും. അങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ കുറേ പേരെ കണ്ടെങ്കിലും ആകെ ഒരു വ്യക്തിയെ മാത്രമാണ് ഞാൻ അങ്ങനെ കണ്ടേക്കുന്നത്. അതെൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ്. ഞാൻ ഭയങ്കര അഡ്മയർ ചെയ്യുന്നു അങ്ങനത്തെയുള്ള ആളുകളെ. അപ്പോൾ നമ്മൾ ദേഷ്യം വരാത്തവരായിട്ട് ആരുമില്ല എന്ന് പറഞ്ഞു അല്ലേ. പല സന്ദർഭങ്ങൾ കൊണ്ടാവാം ഈ ദേഷ്യം വരുന്നത്. അത് നമ്മുടെ കുട്ടികളോടാവാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളോടാവാം, ചിലപ്പോൾ ഭർത്താവിനോടോ ഭാര്യയോടോ ആവാം, അല്ലെങ്കിൽ അച്ഛനമ്മമാരോടാവാം. പലപ്പോഴും നമ്മൾ ഈ ദേഷ്യം കാണിക്കുന്നത് അവർ ചെയ്ത തെറ്റുകൾ കൊണ്ടാവാം, അതല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രസ്ട്രേഷൻ അല്ലേ, അത് അവരിലോട്ട് കാണിക്കുന്നതുമാവാം. അപ്പോഴും നമ്മൾ ദേഷ്യപ്പെടാറുണ്ട്. ഇത് ഒരു സാധാരണക്കാരുടെ കാര്യമാട്ടോ പറഞ്ഞേ. ഇനി നമ്മളൊരു മൂഡ് ഡിസോർഡേഴ്സ്, ഡിപ്രഷൻ, ആങ്സൈറ്റി, ബൈപോളാർ അങ്ങനത്തെ കേസസിലൊക്കെ എടുക്കുകയാണെങ്കിൽ അവർക്കും നമുക്ക് ഫ്രസ്ട്രേറ്റഡ് ആവാറുണ്ട്. ഈ ഫ്രസ്ട്രേഷൻസ് കാരണം പെട്ടെന്ന് പൊട്ടിത്തെറിക്കാറുമുണ്ട്. അതാണ് ഈ രണ്ടാമത്തെ ആളുകൾ. പക്ഷേ ഇവരുടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മരുന്നെടുത്ത് കഴിഞ്ഞിട്ടോ അതല്ലെങ്കിൽ ആ ഒരു കാലാവധി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അത് നോർമൽ ആവുകയും ചെയ്യാറുണ്ട്. ഇനി മൂന്നാമത്തെ കാറ്റഗറി എടുക്കുകയാണെങ്കിൽ ദേഷ്യപ്പെടുന്നവർ പറയാറുണ്ട്, ഇതെൻ്റെ നേച്ചറാണ്, ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ് അല്ലേ. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും അങ്ങനത്തെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ ഒരാളെങ്കിലും നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ദേഷ്യം വരുമ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും, ചിലപ്പോൾ അനാവശ്യമായിട്ടും ആവശ്യം ഇല്ലാതെയൊക്കെ ദേഷ്യപ്പെടാറുണ്ട് അല്ലേ. അത് അവരുടെ കരിയർ മുതൽ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയും, മറ്റുള്ള ഒരാളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വരെ, അല്ലെങ്കിൽ നമ്മളോടുള്ള ഒരു കാര്യങ്ങൾ വരെ നമുക്ക് ബാധിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ആദ്യത്തെയും ഈ മൂന്നാമത്തെ കാറ്റഗറിനെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കാൻ പോകുന്നത്. മതങ്ങളിൽ വരെ നമ്മൾ ദേഷ്യം എന്ന് പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ഈവൻ ഭഗവത്ഗീതയിലായിക്കോട്ടെ. ഇപ്പോൾ നമ്മൾ ഏറ്റവും കോപവാനായിട്ടുള്ള ശിവൻ, അതിനെ രണ്ട് രീതിയിൽ പറയും. ചിലർ അതിനെ നമ്മൾ ഏറ്റവും ദേഷ്യപ്പെടുന്ന ഒരു ഭഗവാനായിട്ട് നമ്മൾ കണക്കാക്കാറുണ്ട്. എന്നാൽ എല്ലാവരും പറയും ചെയ്യും ഏറ്റവും ശാന്തനായിട്ടുള്ള ഒരാളും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഡിസ്ട്രക്റ്റീവ് നേച്ചർ, കാരണം അത് അദ്ദേഹത്തിന്റെ ജോലിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിനെ ആ ഒരു നേച്ചറിൽ വെച്ച് കാണുന്നത് എന്നും പറയാറുണ്ട്. സ്പിരിച്വാലിറ്റിയിലൊന്നും അല്ല ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. അതിനെ കുറിച്ച് അറിവുള്ളവർ അത് സംസാരിക്കട്ടെ. ഞാൻ അതിൻ്റെ ബാഹ്യമായിട്ടുള്ള രീതിയിലും എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുമാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ശിവൻ എന്ന് പറഞ്ഞ ആള് നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ സമയം ധ്യാനത്തിലായിരിക്കും. ധ്യാനം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ വ്യക്തത വരുന്നു ഓരോ തീരുമാനങ്ങൾക്കും അല്ലെ. ആ ദേഷ്യം വരുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വരൂപം തന്നെ മാറുന്നു, അദ്ദേഹം ഡിസ്ട്രക്റ്റീവ് മോഡാവുന്നു. അതേപോലെ തന്നെ മത്തായിയുടെ സുവിശേഷത്തിലും പറയുന്നുണ്ട്, യേശു കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നു അല്ലെ. ഈ കൊടുങ്കാറ്റിനെ നമുക്ക്, മനസ്സിന്റെ കൊടുങ്കാറ്റിനെയും നമുക്ക് അതിനെ ഉദാഹരണമായിട്ട് വേണമെങ്കിൽ എടുക്കാം. മുസ്ലിം മതത്തിൽ വുളു അല്ലെങ്കിൽ വുദു എന്നൊക്കെ പറയും. നമ്മൾ എന്താ പറയുക, കൈകാലുകൾ കഴുകുക എന്നതിലൊരു ഭാഗമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അത് പറയുമ്പോൾ തന്നെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ കുറച്ച് ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത്. നമ്മൾ കേട്ടൊരു കഥകളിലാണ് കലിയുടെ കഥ അല്ലെ. സന്ധ്യാസമയത്ത് കൈകാലുകൾ കഴുകണമെന്ന് അപ്പൂപ്പനമ്മമാര് പറയുന്നത് കേട്ടിട്ടുണ്ടാവും. ഞാൻ വരെ എൻ്റെ കാല് നന്നായിട്ട് ഒരച്ച് കഴുകുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതല്ലാണ്ടും ഞാൻ ഒരു കഥ കണ്ടിരുന്നു. കലി ആളുടെ മേത്ത് കയറുമ്പോൾ, എനിക്ക് പേര് വ്യക്തമായിട്ട് ഓർമ്മയില്ല, ഒരു രാജാവാണ്. അപ്പോൾ ആ രാജാവിൻ്റെ മേത്ത് കയറുമ്പോൾ അദ്ദേഹത്തിൻ്റെ നേച്ചറേ മാറുന്നു. നമുക്കതിനെ ഈ കോണ്ടെക്സ്റ്റിൽ എടുത്തൂടെ അല്ലെ. കലി എന്ന് പറയുന്നത് നമ്മുടെ ദേഷ്യമായിട്ട് നമുക്ക് എടുക്കാം അല്ലെ. അത് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ബിഹേവിയർ ചേഞ്ചസ് വരെ ഉണ്ടാകുന്നു. അപ്പോൾ എല്ലാ മതത്തിലും അത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആയുർവേദത്തിലും
ഒഴിവാക്കേണ്ട നമ്മുടെ മനസ്സിന്റെ ഒരു വികാരമായിട്ട് പറയുന്നതും നമ്മുടെ ദേഷ്യം തന്നെയാണ്. ദേഷ്യം കൊണ്ട് നമ്മുടെ ബോഡിയിൽ കുറെ ചേഞ്ചസ് ഉണ്ടാവുന്നു എന്നും പറയുന്നുണ്ട്. പിന്നെ പിത്തപ്രകൃതി ഉള്ളവരാണ് നമ്മൾ ആയുർവേദത്തിൽ 3 തരം പ്രകൃതികൾ മെയിനായിട്ട് പറയുന്നുണ്ട്. അതിലൊരെണ്ണമാണ് പിത്തപ്രകൃതി. അങ്ങനത്തെ ഉള്ളവർക്ക് ഈ ദേഷ്യം കാണാം. ഈ പ്രകൃതി എന്ന് പറയുന്നത് ആയുർവേദത്തിലെ പ്രകൃതി, നമ്മുടെ മലയാളത്തിലെ പ്രകൃതി എന്ന് പറയുന്നതും വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് സിമിലാരിറ്റിയിൽ ഇതിങ്ങനെ നമുക്ക് കോണ്ടെക്സ്റ്റ് ചേർക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ പിത്തപ്രകൃതി എന്ന് പറയുന്നത് നമ്മുടെ 3rd കാറ്റഗറിയിൽ എടുക്കാം അല്ലെ. ഇതെന്റെ നേച്ചറാണ് എന്ന് പറയുന്നവർ. അപ്പോൾ നേച്ചറായിട്ടുള്ളവർക്ക് കുറച്ച് പാടാവും അല്ലെ നമുക്ക് ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്ത് വരാൻ. പക്ഷെ നമ്മൾക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എങ്കിലും ഉണ്ടായിട്ടുണ്ടാവും അല്ലെ, ഈ എൻ്റെ ദേഷ്യം ഒന്ന് കുറച്ചിരുന്നെങ്കിൽ. നമ്മൾ അതിനെപ്പറ്റി എനിക്ക് തോന്നുന്ന ഒരു സിനിമ തന്നെ ഉണ്ടല്ലോ, ദുൽഖർ അഭിനയിച്ചിരിക്കുന്ന സിനിമ. അതില് വേറൊരു കോണ്ടെക്സ്റ്റ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതാണ്. അവർ ഡ്രൈവിങ് പഠിപ്പിക്കുന്ന ഒരു സീനുണ്ട്. നമ്മൾ പലപ്പോഴും വിചാരിക്കും സിനിമകളും അങ്ങനെ ജസ്റ്റ് എന്റർടൈൻമെന്റ് ആണ് എന്നുള്ളത്. പക്ഷെ സിനിമകൾ ആക്ച്വലി എന്റർടൈൻമെന്റ് അല്ലാണ്ടും കുറച്ച് മെസ്സേജസും തരുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും സിനിമകൾ തിരഞ്ഞെടുക്കുമ്പോഴും നമ്മൾ അതൊക്കെ നോക്കിയിട്ടും വേണം തിരഞ്ഞെടുക്കാൻ. അൺനോയിങ്ലി ഇമ്പാക്റ്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമ്മൾ ആയുർവേദത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ കെമിക്കൽസ്, ഇപ്പോൾ മോഡേൺ സയൻസിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ പല കെമിക്കൽ റിയാക്ഷൻസും ചേഞ്ച് ആവും. ഇപ്പോൾ ദേഷ്യം വരുമ്പോൾ തന്നെ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവുന്നു. ആ കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് തന്നെ വേറെ പല ബോഡി ചേഞ്ചസും ഹാപ്പൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോ ആ സിനിമയിൽ പറഞ്ഞൊരു കോണ്ടെക്സ്റ്റിലോട്ട് തിരിച്ചു വരാം. അവര് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അതിൽ കാണിക്കുന്നത്. അതിൽ സായി പല്ലവിനോട് അവൻ പറയുന്നുണ്ട്, വണ്ടി നിന്നെയല്ല ഓടിക്കുന്നത്, നീ വണ്ടീനെയാണ് ഓടിക്കുന്നത്. അത് എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. ശരിയാണ്, നമ്മളൊരു ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഈ കോണ്ടെക്സ്റ്റ് ശരിയാണ്. പക്ഷെ അത് നമ്മളിപ്പോൾ ഈ ദേഷ്യത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ഇമോഷൻസിന്റെ കാര്യങ്ങളിൽ എടുക്കുകയാണെങ്കിൽ അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് വളരെ അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയേ. കാരണം നമ്മൾ ഒരിക്കലും നമ്മുടെ ഇമോഷൻസ് നമ്മളെ കീഴ്പ്പെടുത്തരുത്. എന്നാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരു ദേഷ്യമുള്ള ആള് അല്ലെ, അതിലകപ്പെട്ട് കഴിഞ്ഞാൽ, അതിൽ കീഴ്പ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ എടുക്കുന്ന തീരുമാനങ്ങളും തെറ്റായിരിക്കും. നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു ഇമ്പൾസീവിൽ എടുത്ത് ചാടരുത്, ഒരു തീരുമാനം എടുക്കരുത് അല്ലെ. ചിലപ്പോൾ ദേഷ്യത്തിൽ തീരുമാനം എടുക്കുന്നവർ നമ്മുടെ ലൈഫിൽ കുറെ പേരെ കണ്ടിട്ടുണ്ടാവും അല്ലെ. ദേഷ്യത്തിലായിരിക്കും ആ തീരുമാനം എടുക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതം മാത്രമായിരിക്കില്ല, മറ്റുള്ളവരുടെ ജീവിതത്തെയും അത് ബാധിക്കാറുണ്ട്. ഒരു തീരുമാനം ചിലപ്പോൾ ഒരു വേർപിരിയുന്ന ഒരു തീരുമാനം മുതൽ, അല്ലെങ്കിൽ ഒരു ആത്മഹത്യ മുതൽ, നമ്മളൊരു ആസിഡ് അറ്റാക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫിസിക്കൽ അറ്റാക്ക്, ഫിസിക്കൽ അബ്യൂസ്, മെന്റൽ അബ്യൂസ് വരെയും ഇത് നീളുന്നു. അപ്പൊ അതില് നമ്മൾ ദേഷ്യം എന്നത് ഒരു ഫാക്ടർ മാത്രമാണ്. പല കാരണങ്ങളുണ്ട്. എല്ലാവരും അതുകൊണ്ട് മാത്രമാണ് ഇത് സംഭവിക്കുന്നതെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഒരിക്കലും അത് അങ്ങനെയായിട്ട് വ്യാഖ്യാനിക്കരുത്. അപ്പോൾ ഇത് ഒരാളെ മാത്രമല്ല, ചുറ്റുമുള്ള എല്ലാവരെയും അത് ബാധിക്കുന്നുമുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമായിട്ടിരിക്കുമ്പോഴാണ് ആ തീരുമാനങ്ങൾ എപ്പോഴും ഉചിതമായിരിക്കുക. എന്റെ നേച്ചറാണ്, ഞാൻ ഇങ്ങനെയാണ്. അങ്ങനെയുള്ളവർക്ക് ഇത് മാറ്റാൻ പറ്റും. കോഴ്സ് ബിഹേവിയർ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല അല്ലെ. ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കുക. ഇപ്പോൾ ചില കാര്യങ്ങൾ ഇമ്പോസിബിൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യം. അപ്പോൾ എപ്പോഴും എല്ലാവർക്കും ഉചിതമായിട്ട് തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ നമ്മളെപ്പോഴും മനസ്സ് ക്ലാരിറ്റി ഉണ്ടാവണം. ആ ക്ലാരിറ്റി ഉണ്ടാവുന്നത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതിന് ചെയ്യേണ്ടതുണ്ട്. ഈ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ചിലപ്പോൾ റെസൊല്യൂഷൻ എടുക്കുന്നത്, ഞാൻ ദേഷ്യപ്പെടില്ല, എൻ്റെ കുട്ടികളോട് ദേഷ്യപ്പെടില്ല. ഈ ഇടത്ത് ഞാനൊരു വീഡിയോ കണ്ടിരുന്നു, കുട്ടികളോട് ഞാൻ ദേഷ്യപ്പെടില്ല എന്നുള്ള. അല്ലെ, പെടുന്നതിലും കുഴപ്പമില്ല.
പക്ഷെ പറയുന്ന വാക്കുകളിലോ മറ്റുള്ളവർ മുറിവേൽക്കുമ്പോഴാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെയും ജീവിതം സമാധാനത്തോടെ ഇരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ലിവ് മൈൻഡ്ഫുള്ളി, ടേക്ക് കെയർ, ബൈ.